നമസ്കാരം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ മൈക്രോ മൈനോരിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന സീറോ മലബാർ സഭയുടെ അപേക്ഷയുടെ പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വളരെ ചെറിയ ശതമാനമാണെങ്കിൽ അവരുടെ ഉള്ളിൽ ജനസംഖ്യ വളരെ ചെറുതായ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുക എന്നത് അവരുടെ അവകാശമല്ല. ജെബിക്കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെ സർക്കാർ ഭയക്കുന്നതും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് തരത്തിൽ എല്ലാം ശരിയാക്കാം, പകുതി ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ് സർക്കാർ രംഗത്ത് വരുന്നതും ആരെ പറ്റിക്കാനാണ്? ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ പ്രത്യേക പദവി ആവശ്യപ്പെടുന്നത് അന്യായമാകുന്നത് എങ്ങനെയാണ്? ഈ വിഷയങ്ങളാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസുകുട്ടി ഒഴികയിലും റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരും എഴുത്തുകാരനുമായ ശ്രീ ആന്റണി ചമ്പക്കുളവും ചേരുന്നു. നമുക്ക് ആദ്യമേ ജോസുകുട്ടി ഒഴികയിലേക്ക് പോകാം. ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, ഇന്ത്യൻ ഭരണഘടനയിലെ 29ഉം 30ഉം അനുച്ഛേദനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ ന്യൂനപക്ഷത്തിനുള്ളിലെ ജനസംഖ്യയിൽ വളരെ ചെറുതായ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുക എന്നത് ഈ സമൂഹങ്ങളുടെ അവകാശം തന്നെയല്ലേ? എന്നിട്ടും ഇത്രയും കാലം പലതരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും തുടർച്ചയായി ക്രിസ്ത്യൻ സമൂഹത്തെ അവഗണിക്കുന്ന നിലപാടിൽ തന്നെ തുടരുവാനുള്ള ഒരു കാരണം അത് എന്തായിരിക്കാം? ക്രൈസ്തവ സമൂഹം ഇന്ത്യ രാജ്യത്ത് വളരെ പഴയ ഒരു സമൂഹമാണ്. 2000 വർഷത്തോളമായി ക്രൈസ്തവർ ഇവിടെ ഉണ്ട്. പക്ഷേ വളരെ ശാന്തരും അതുപോലെ തന്നെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരും ആയതുകൊണ്ടും മറ്റനേകം കാരണങ്ങളാൽ ജനസംഖ്യ ഇപ്പോഴും ദേശീയ ജനസംഖ്യയുടെ 2.3% ആണ് നിൽക്കുന്നത്. വലിയ ജനസംഖ്യയില്ല. അതേസമയത്ത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന് മുമ്പിൽ തുല്യത എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഇത്തരത്തിലുള്ള ഉറപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും കൃത്യമായി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിനോ അതുപോലെ തന്നെ രാജ്യത്തിന്റെ പൊതു ഘടനയ്ക്കകത്ത് തുല്യമായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനോ പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. കേരളം പോലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ക്രൈസ്തവർക്ക് അവരുടേതായ രീതിയിലുള്ള സാമൂഹികമായ അസ്തിത്വം ഉറപ്പിച്ചുകൊണ്ട് മാന്യമായ സമൂഹത്തിൽ തുടരാനായിട്ട് കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കരിച്ച ക്രൈസ്തവന മൃതദേഹം പോലും ഗ്രാമത്തിന്റെ പൊതു ശ്മശാനത്തിൽ നിർത്തി പുറത്തു കളയുന്ന സാഹചര്യം. അപ്പൊ ഇത് വളരെ അപകടകരമായ ഒരു മേഖലയിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മതേതരത്വവുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര സർക്കാരിന് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരുന്നു. ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ റാഫേൽ തട്ടിപ്പിതാവ് നിവേദനം കൊടുത്തിരുന്നു. അതുപോലെ കേരളത്തിന്റെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവർ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. യാതൊരു യുക്തിയുമില്ലാതെ ഒരു സംഘം ആളുകൾ ഒത്തുചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുന്ന തരത്തിൽ അതിന് ഉള്ള സംഭവങ്ങൾ ധാരാളമായി കൂടുന്നു. ഇത് ഒരു ജനസംഖ്യ കൊണ്ട് ഒരിക്കലും ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. കാരണം ജനസംഖ്യാപരമായി തുല്യത ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യപ്പെടുവരാണ്. ഇത് വെറും 2.2% ഉള്ളൂ. അതും പല സ്ഥലങ്ങളിലും അതിലും വളരെ കുറവാണ്. അപ്പൊ ഒരിക്കൽ പോലും നിയമം അവരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, നീതി അവരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, നിയമപാലകർ നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായ ഒരു പ്രതിസന്ധിയുണ്ട്. അതിന് കൃത്യമായ കണക്കറിയണമെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ ആ ഒരു വർധനവ് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നിലനിൽപ്പിന് വേണ്ടി പ്രത്യേക പരിഗണന അർഹതപ്പെട്ട ഒരു സമൂഹമായി ക്രൈസ്തവർ മാറിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒരു വലിയ ഘടകം പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവറാണ്. രാഷ്ട്രീയമായ വിലപേശൽ ശക്തി. രാഷ്ട്രീയമായ വിലപേശൽ ശക്തി ആകണമെങ്കിൽ അവര് ജനസംഖ്യാപരമായി മുന്നിട്ട് നിൽക്കണം. ക്രൈസ്തവരുടെ പ്രശ്നം, ക്രൈസ്തവർ രാജ്യം മുഴുവൻ ഏതാണ്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനസംഖ്യയിൽ 1.75% ഉള്ളൂവെങ്കിലും അവർ ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷമായതുകൊണ്ട് ആ സംസ്ഥാനത്ത് മാത്രമാണ് അവരുടെ സാന്നിധ്യം കൂടുതലുള്ളത് എന്നുകൊണ്ട് തന്നെ അവർ അവിടെ ഒരു സംഘടിത ശക്തിയാണ്. അതേസമയത്ത് രാജ്യത്തെ ആകെ ന്യൂനപക്ഷങ്ങളിൽ 14% മറ്റൊരു വിഭാഗമായതുകൊണ്ട് അവർക്കൊരു ബാർഗനിങ് പവർ പല തലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അല്പം പോലും ബാർഗനിങ് പവർ ഇല്ലാത്ത വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ക്രൈസ്തവർ. ഇതേ അവസ്ഥ ബുദ്ധമതക്കാർക്കും ജൈനന്മാർക്കും ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഗ്രിവേറ്റഡ് ആണ്.
അതുകൊണ്ട് തന്നെ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നിൽക്കുകയും ആ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായും അനാവശ്യമായ ആനുകൂല്യങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും അല്ല ചോദിക്കുന്നത്. നമുക്ക് നിയമത്തിന് മുമ്പിൽ തുല്യത ഉറപ്പാക്കാൻ ആവശ്യമായ സംരക്ഷണം കിട്ടണം. നിയമത്തിന് മുമ്പിലെ തുല്യത ആർട്ടിക്കിൾ 14 നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഭരണഘടനയിൽ മതേതരത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള 26, 27 വകുപ്പുകൾ പറയുന്ന അത് നമുക്ക് കിട്ടണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ കൃത്യമായ സംരക്ഷണം കിട്ടിയേ മതിയാവും. അതാണ് ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസും അതുപോലെ ക്രൈസ്തവ സഭകളും ഇപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ശ്രീ ആന്റണി ചമ്പക്കുളം, ക്രിസ്ത്യൻ സമൂഹത്തിന് ഭരണ സംവിധാനങ്ങളിലും നയരൂപീകരണത്തിലും യഥാർത്ഥ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നില്ലേ? എന്തുകൊണ്ടാകാം അതുപോലെ ഒരു പ്രതിസന്ധി ക്രിസ്ത്യൻ സമൂഹം നേരിടേണ്ടി വരുന്നത്? ക്രിസ്ത്യൻ സമൂഹം പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് 100% ശരിയാണ്. കാരണം ഒരു കാലത്ത് കേരളത്തിലെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ കേരളത്തിലെ ഭരണ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെല്ലാം തന്നെ നേതൃത്വം വഹിച്ചിരുന്നത് കേരളത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 25 വർഷമായി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം അഭൂതപൂർവമായ രീതിയിൽ കുറഞ്ഞു വരികയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കണക്ക് പറഞ്ഞാൽ 2023 ജനന മരണ കണക്കുകളുടെ വ്യത്യാസം വെച്ച് നോക്കിയാൽ പോലും 5528 പേരാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് കണക്കിൽ കേരളത്തിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഴയ ഒരു കണക്കിലേക്ക് പോകണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിന്നോക്കക്കാരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി സംവരണം ഏർപ്പെടുത്തി. ഈ സംവരണം കൊണ്ടുവന്നത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. അത് 10 വർഷത്തേക്കായിരുന്നു നമ്മുടെ ഭരണഘടനാ ശില്പികൾ ലക്ഷ്യം വെച്ചത്, അല്ലെ ഒരു കാലമായി പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്നു വന്ന രാഷ്ട്രീയ നേതൃത്വം അത് ഇന്നുവരെയും തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. 75 വർഷങ്ങൾക്ക് ശേഷവും സംവരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സംവരണം നൽകിയത് കൊണ്ട് ഈ ലക്ഷ്യം വെച്ച നേട്ടം കൈവരിച്ചോ ഇല്ലയോ? പക്ഷെ ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ അത് ഭാഷാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജാതി അടിസ്ഥാനത്തിലും അത് നൽകിയിരുന്നു. ജാതിയല്ല, മതാടിസ്ഥാനത്തിലും നൽകിയിരുന്നു. അത് യഥാർത്ഥത്തിൽ കൊടുത്തത് അവരുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ ന്യൂനപക്ഷ അവകാശങ്ങളും അതോടൊപ്പം തന്നെ പിന്നോക്ക സംവരണങ്ങളും ഇതെല്ലാം കൂടെ മേടിച്ച് ചില ആളുകൾ ക്രിസ്ത്യൻ അവകാശത്തിലേക്കൂടെ കടന്നു കയറുന്നുണ്ടോ എന്നൊരു തെറ്റിദ്ധാരണ, അല്ലെ ഒരു ശരിയായ ധാരണ തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലണം. കാരണം കേരളത്തിൽ പിന്നോക്കക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവർ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കുന്നു, അതോടൊപ്പം തന്നെ മതസംവരണം പോലും നേടിയെടുക്കുന്നു എന്ന് ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്ത്യൻസ് ഇവിടെ മൈക്രോ മൈനോറിറ്റി ആണ് എന്ന അവകാശം വേണം എന്ന് അവകാശപ്പെടുന്നത്. കാരണം പാഴ്സികളും ജൈനമതക്കാരും ഈ ഗണത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്കര്, മലങ്കര കത്തോലിക്കർ, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ കത്തോലിക്കര്, യാക്കോബായ സിറിയൻ വിഭാഗം, മാർത്തോമ കൽദായർ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ മൈക്രോ മൈനോറിറ്റി ആകുന്നത്. കാരണം ഓരോ വർഷം ചെല്ലും തോറും എണ്ണത്തിൽ പിന്നോക്കമായി മാറുന്നു. ആ ഭരണത്തിൽ ഒരു അവകാശവും ഇല്ല. ഉദ്യോഗസ്ഥ മേഖലകളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ടു പോകുന്നു. കേരളത്തിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറുകയാണ്. അതിന്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഭരണപക്ഷമോ അതോടൊപ്പം തന്നെ പ്രതിപക്ഷമോ യാതൊരു തരത്തിലും ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി നാവ് ചലിപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഓർക്കണം, 1945 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ശ്രീ ചിത്ര തിരുനാൾ സ്റ്റേറ്റ് കൗൺസിലിലെ അംഗമായിരുന്ന ത്രേസ്യാമ്മ കോര എന്ന് പറയുന്ന KM കോരയുടെ ഭാര്യ ത്രേസ്യാമ്മ കോര നടത്തിയ ഒരു പ്രസംഗമുണ്ട് ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിൽ.
വളരെയേറെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രസംഗം 2 ദിവസങ്ങളിലായിട്ടാണ് അവരത് നടത്തിയത്. ആഗസ്റ്റ് 14-നും ആഗസ്റ്റ് 18-നും. അതിനോടനുബന്ധിച്ചാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മതപഠനം നടത്തിക്കൊണ്ടിരുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്ന് സർക്കാർ കൊണ്ടുവന്ന നിയമത്തിനെതിരെ പോരാടി നമ്മുടെ അവകാശങ്ങൾ നിലനിർത്തിയത്. അന്ന് നമുക്ക് എണ്ണമുണ്ടായിരുന്നു ക്രിസ്ത്യൻസിന്, എന്നാൽ ഇന്ന് എണ്ണത്തിൽ വളരെ പിന്നോക്കം പോകുന്നു. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ എണ്ണത്തെ പറ്റി ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ വോട്ടർ പട്ടിക ഈ വർഷം പരിശോധിച്ചാൽ അവിടെ 55.81% ഹിന്ദുക്കളാണുള്ളത്. അത് മുൻപുണ്ടായിരുന്നതിനേക്കാളും 11% കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യൻസിന്റെ വോട്ടർ പട്ടികയിലെ ശതമാനം 16.47 മുസ്ലിംസിന്റെ 27.61. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും വോട്ടർ പട്ടികയിൽ എണ്ണം കുറഞ്ഞു വരുന്നതോടൊപ്പം തന്നെ 2023 കണക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 23 കണക്ക് പ്രകാരം ജനസംഖ്യയിൽ ക്രിസ്ത്യൻസ് വളരെ പിന്നോക്കം പൊക്കൊണ്ടിരിക്കുക. എണ്ണത്തിൽ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന നസ്രാണികൾ എണ്ണത്തിൽ വീണ്ടും പിന്നോക്കം പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു നിലനിൽപ്പാണ് ലക്ഷ്യം വെക്കുന്നത്. ആ നിലനിൽപ്പിനു വേണ്ടിയാണ് മൈക്രോ മൈനോറിറ്റി എന്ന അവകാശം വേണമെന്ന് പറയുന്നത്. ഇതാരുടെ അവകാശം കവർന്നെടുക്കാനല്ല, നിലനിൽപ്പിനു വേണ്ടിയിട്ടാണ്. നാളെ ഇവിടെ നസ്രാണികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം എഴുതിപ്പെടുന്ന ഒരവസ്ഥ വരരുത്. അവിടെ നസ്രാണികൾ ഉണ്ടായിരുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും നസ്രാണികൾ ചെയ്തതിന്റെ നേട്ടങ്ങൾ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിലനിന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോ മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ പല സംവരണങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മേൽത്തട്ടിലുള്ള കുറെ ആളുകൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മൈക്രോ മൈനോറിറ്റി അവകാശങ്ങൾ ചോദിക്കുന്നത്. മൈക്രോ മൈനോറിറ്റി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പും അതോടൊപ്പം അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യമുള്ളതാണ് നമ്മൾ. ഇവിടെ ഭാരതത്തിൽ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ രാജ്യസ്നേഹത്തിലും 1-ാം സ്ഥാനത്താണ്. പക്ഷെ ഇന്ന് വന്ന് അംഗസംഖ്യയിൽ പാഴ്സി സിൻഡ്രത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലെ നസ്രാണികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം മാറ്റിയെടുക്കണം. ഇവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ നടുപക്ഷമോ ഒന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനി ഒരു വോട്ടിംഗ് ശക്തി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു പിന്തുണയും ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, നഗ്ന സത്യമാണ്. ഇവിടെ ഇന്ത്യൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നസ്രാണികൾക്ക് മൈക്രോ മൈനോറിറ്റി അവകാശം വേണം എന്നുള്ളത് ഒരു അവകാശ പോരാട്ടം മാത്രമല്ല, അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകിയിരിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മുടെ ആർട്ടിക്കിൾ 14 മുതൽ 30 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തർക്കും മനസ്സിലാകും. പക്ഷേ പലരും അത് മനസ്സിലാകുന്നില്ല എന്ന് വെച്ച് ചില ഭാഗങ്ങളിലേക്ക് മാത്രമായി വോട്ടിന്റെ എണ്ണത്തിന്റെ പേരിൽ മാത്രം അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലൂടെ പ്രത്യേകിച്ച് കേരളം കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമാണ് അവകാശങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ പ്രൗഢിയും അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ സമുദായത്തിന്റെ ക്രിസ്തുവിന്റെ നസ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായി ഈ മൈക്രോ മൈനോറിറ്റി അവകാശം സ്ഥാപിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ശ്രീ ആന്റണി ചമ്പക്കുളം, ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അതായത് നമുക്കറിയാം, ജനസംഖ്യയുടെ വിഷയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾ നാട് വിടാൻ ഒരു പ്രത്യേക പ്രവണത കാണിക്കുന്നത് നമുക്ക് അറിയാം. അത് ഈ ജനസംഖ്യ കുറയാൻ ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി കഴിഞ്ഞാൽ അവരൊന്നും പിന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. അതേ സ്ഥാനത്ത് ഇവരെ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ നമുക്കറിയാം, ഒരു നാടിന്റെ ഏറ്റവും മൂല്യമുള്ള ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ആ യുവജനങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഇത്തരം നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തുവാൻ നമ്മുടെ സർക്കാർ എടുക്കുന്ന നടപടികൾ അത് ശരിക്കും എത്രത്തോളം ഉണ്ട് എന്നത് അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നില്ലേ? അപ്പോൾ ഈ വിദേശ കുടിയേറ്റം, അതുപോലെ കാർഷിക മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധി, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സ്വയംഭരണ വെല്ലുവിളികൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു കാരണമാകുന്നില്ല? നാട് വിട്ട് നമ്മുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ യുവതലമുറകളൊക്കെ നാട് വിട്ടു പോകാനുള്ള ഒരു കാരണമാകുന്നില്ലേ? പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസമായാലും ആതുര ശുശ്രൂഷ മേഖലകളായാലും ഇവിടെ തുടക്കമിട്ടതും തുടർന്നു കൊണ്ടുവന്നതും അതിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിച്ചതും ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും അതോടൊപ്പം ക്രൈസ്തവ സമൂഹവുമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്നാൽ കാര്യം കഴിഞ്ഞപ്പോൾ പാലം കടക്കും വരെയും നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ചും കേരളത്തിന്റെ സ്ഥിതി മാറിയിരിക്കുന്നത്. ഇവിടെ ഈ സംവരണം അമിതമായ കാലഘട്ടം തൊട്ടാണ് ക്രൈസ്തവ ജനത അല്ലെങ്കിൽ യുവത സർക്കാർ സർവീസിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നോ പിന്നോക്കം വലിഞ്ഞത്. കാരണം 8ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞവരുടെ മുന്നിൽ IAS ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ ഇന്ത്യൻ സവിശേഷതയാണെന്ന് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യങ്ങളിൽ അല്പം ബുദ്ധിയും അല്പം ബോധവും അല്പം പാരമ്പര്യ ചിന്തയും അല്ലെ താൻ പോരിമയൊക്കെ തോന്നുന്ന ഒരുപറ്റം യുവജനങ്ങള് ആദ്യകാലത്ത് ഇന്ത്യ വിട്ടുപോയി, അല്ലെ കേരളം വിട്ടുപോയി. എന്നാൽ ഇന്ന് ഇവിടെ നിലനിൽക്കാൻ പോലും യാതൊരു സാഹചര്യവുമില്ല എന്നൊരവസ്ഥ വന്നിരിക്കുക. ജീവിച്ചു പോകാൻ പറ്റില്ല. കാരണം കാർഷിക മേഖല അത് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. 1975 ഒരു പറ നെല്ലിന്റെ വില 10 രൂപയായിരുന്നു. 1975 ഒരാളിന്റെ കൂലി, ഒരു പുരുഷന്റെ കൂലി 10 രൂപയായിരുന്നു. ഇന്ന് ഒരു പറ നെല്ലിന്റെ വില 210-ഉം ഒരു പുരുഷന്റെ കൂലി 1100 രൂപയുമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കർഷകരായിട്ടുള്ള ആളുകളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് റിസർച്ച് നടത്തുന്നവരാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല. കൃഷിയെ എങ്ങനെ തകർക്കാം എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷം ക്രൈസ്തവ ജനതയും നേരിട്ടിരുന്ന അവർ കൊണ്ടാടിയിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു. ഇവിടുത്തെ കുടിയേറ്റ മേഖല, കാർഷിക മേഖല, അതുപോലെ തന്നെ കായൽ മേഖലകളൊക്കെ കുത്തിയെടുത്തത് ആരാ? അതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ക്രൈസ്തവരായിരുന്നു. മലയോര മേഖലയിലെ കൃഷി മേഖലകളിലേക്ക് കടന്നു ചെന്നതാരാ? കേരളത്തിലെ ക്രൈസ്തവരായിരുന്നു. ഇന്ന് അവരുടെ അവസ്ഥ എന്ത്? അവരുടെ യാതൊരു തരത്തിലും അവർക്ക് ജീവിതം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് അവർ നിൽക്കുന്നത്. ആത്മഹത്യയുടെ വക്കിലാണ്. ആത്മഹത്യ ചെയ്യാതിരിക്കാനാണ് കുടുംബത്തെ മൊത്തം കടക്കണിയിലാക്കി ഇവിടുത്തെ ഒരു പറ്റം ആളുകള് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെയല്ല. വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയി കഴിയുമ്പോൾ സ്ഥിരമായി അവരവിടെ നിൽക്കുകയാണ്. അവരവിടെ നിന്നിട്ട് അവരുടെ കുടുംബത്തെ കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ഇവിടെ നമ്മുടെ എണ്ണം കുറയാൻ ഒരു കാരണമാകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, 1% സാധ്യതയുണ്ടെങ്കിൽ അത് 9%-വും 50%-വും 100-ലേക്കും എത്തിക്കാൻ കഴിവുള്ളവരായിരുന്നു ഈ പാരമ്പര്യ ക്രൈസ്തവർ. എന്തുകൊണ്ട് അവരിട്ടിട്ട് പോകുന്നു എന്ന് ചിന്തിക്കണം. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ പൊട്ടനാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ആർക്കും എന്തും നേടിയെടുക്കാവുന്ന, 10ാം ക്ലാസ് വരെ ചിന്തിക്കുക പോലും വേണ്ടാതെ വിജയിക്കാമെന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജോലി ചെയ്യാതെ ജീവിക്കാവുന്ന ഒരു തോന്നല്, പിൻവാതിലൂടെ നിയമങ്ങളെ അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നു. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ തന്നെ കുറ്റമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്റെയും ഒരു കുറ്റമുണ്ട്. എന്നാൽ അതോടുകൂടി വേറൊരു കാര്യം ഓർക്കണം. എന്തുകൊണ്ട് മറ്റു ചിലർ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നു? നമ്മൾ പറയുന്നു 5000-6000 ഓരോ വർഷവും നമ്മുടെ ജനസംഖ്യയിൽ കുറയുമ്പോൾ ലക്ഷങ്ങൾ 10,000 വീതം കൂടുന്ന മറ്റു ചില ആളുകളുണ്ട് ഇവിടെ. എന്തുകൊണ്ട്? ഈ ചോദ്യം നമുക്ക് നേരെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ ചോദിക്കുന്നതിന് പകരം നമ്മോട് തന്നെ ചോദിക്കാൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ ചോദ്യം ഉയരേണ്ട കാലം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇന്ന് നമ്മൾ കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി കഴിഞ്ഞാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ.
ഇവിടെ എന്റെ പിഴ പറയേണ്ട കാലം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിലനിൽപ്പിന് വേണ്ടി ആഞ്ഞു പോരാടേണ്ട ഒരു സമയമായി. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയെങ്കിൽ ഇന്നിവിടെ ക്രൈസ്തവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര പുസ്തക താളുകളിൽ മാത്രം തോമാസ് ലീഹായ്ക്ക് ശേഷം 2000 വരെ ഏകദേശം 20 നൂറ്റാണ്ടുകൾ വരെ ഇവിടെ കത്തോലിക്കര് അല്ലെ സുറിയാനി കത്തോലിക്കർ ഉണ്ടായിരുന്നു എന്ന് അടുത്ത നൂറ്റാണ്ടിൽ അല്ലെ ഈ നൂറ്റാണ്ടിന്റെ തന്നെ 2ാം പകുതിയിൽ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഒരു നിർമ്മിതമായിട്ടുള്ള ഒരു ഗതികേടാണ്. ഇതിന് ഞാനും നിങ്ങളും ഭരണവർഗവും എല്ലാവരും ഉത്തരവാദികളാണ്. അതിനൊരു മാറ്റം വരണം. അതിന് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറ്റം വരണം. പക്ഷേ ഇവിടെ ഇനിയൊരു മാറ്റം വരണമെങ്കിൽ അതിന് മൈക്രോ മൈനോറിറ്റി എന്ന അവകാശത്തിൽ പ്രോത്സാഹനങ്ങളും അവകാശങ്ങളും അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കൂ. അക്കാര്യത്തിലാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും അനുഭാവപൂർവമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടർ ജോസുകുട്ടി ഒഴികിൽ ക്രിസ്ത്യൻ സമൂഹത്തെ മൈക്രോ മൈനോരിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുവാൻ എത്രത്തോളം ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്? കാരണം നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്, ഓരോ മുന്നണികളും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഈ ഒരു ആവശ്യം അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തുവാൻ BJPക്ക് കിട്ടുന്ന ഒരു സുവർണാവസരം തന്നെയല്ലേ? ഇടതുപക്ഷം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നു എന്നുള്ള പ്രസ്താവനയൊക്കെ വന്നു. ഓക്കെ, അതിനൊപ്പം അത് ഏറെ നാളത്തെ ആവശ്യമായിട്ടുള്ള ആ റിപ്പോർട്ട് പുറത്തു വിടുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിനും ശരിക്കും ഒരു പ്ലസ് പോയിന്റ് തന്നെയല്ല. അതൊരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഇത് രണ്ടു കൂട്ടർക്കും ഒരു പ്ലസ് പോയിന്റ് ആവാനുള്ള ഒരു ചാൻസ് കാണുന്നില്ലേ? അപ്പോൾ ഇത് എത്രത്തോളം ഒരു അംഗീകരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം അംഗീകരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മറ്റു സമുദായ സംഘടനകളൊക്കെ ഉണ്ട്, മറ്റു സമുദായങ്ങളുടെ സംഘടനകളുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് അത്ര എളുപ്പത്തിൽ അവർ അംഗീകരിച്ചു തരാൻ സാധ്യതയില്ല. അതേസമയത്ത് ഇത് പരിഗണിക്കേണ്ട വിഷയമാണെന്ന് പറയാതെ പോകാനും വരാം. അതാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ആ കമ്മീഷനെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ടായി. അത് 80-20 സ്കോളർഷിപ്പിന്റെ വിഹിത അനുപാതത്തിലെ അനീതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ വരേണ്ടി വന്നിട്ടും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനായിട്ടായിരുന്നു ഇതുവരെ ശ്രമിച്ചത്. ഇപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിവൃത്തികേടിന്റെ പേരിലാണ് എന്നാൽ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്താം എന്ന തരത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷത്തോളമായി ഇവിടെ സംവരണം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 75 വർഷം ഈ സംവരണത്തിലൂടെ ഈ രാജ്യം പോയി കഴിഞ്ഞപ്പോൾ സംവരണ വിഭാഗങ്ങൾക്കിടയിൽ അതുണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്താണ്? ഇനിയും ഈ സംവരണം ഇപ്പോഴത്തെ ഘടനയിൽ തന്നെയാണോ തുടരേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് രാജ്യം മുഴുവൻ ആണ് ഇത്തരത്തിലൊരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. ഒരേ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് തന്നെ മതപരമായ സംവരണങ്ങൾ കിട്ടുന്നു, മൈനോറിറ്റി എന്നുള്ള സംവരണം കിട്ടുന്നു, പിന്നോക്കം എന്നുള്ള സംവരണം കിട്ടുന്നു. അതേ സമയത്ത് അതേ സാഹചര്യങ്ങളെല്ലാം അവകാശപ്പെടാവുന്നവർക്ക് ഒന്നും കിട്ടാതെയും ഇരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു വലിയൊരു അനീതി നിലനിൽക്കുന്നുണ്ട്. ഈ അനീതിയുടെ പരിണത ഫലമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കുന്നവരും അവരെക്കാളും ഒട്ടും അല്ലാത്തവരും അവരെക്കാളും കുറച്ച് മാർക്ക് മേടിച്ചാൽ പോലും ഇവിടെ സർക്കാർ സർവീസിലേക്കും ഒക്കെ കടന്നു വരാൻ കഴിയുകയാണ്. 50% ഓപ്പൺ മെറിറ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ മെറിറ്റിലേക്കും ഇന്ന് സംവരണത്തിൽപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ധാരാളം കടന്നു വരുന്നുണ്ട്. അപ്പൊ ഓപ്പൺ മെറിറ്റിൽ മറ്റുള്ളവർക്കൊപ്പം കടന്നു വരാൻ കഴിയുന്ന ആളുകൾക്ക് ഇനി സംവരണം ആവശ്യമില്ല എന്നൊരു ലളിതമായ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ നിലയിൽ രാജ്യത്തിന്റെ സാഹചര്യങ്ങളും രാജ്യത്തിന്റെ സമ്പത്തും വിതരണം ചെയ്യുന്നതിൽ, നീതി നടപ്പാക്കുന്നതിൽ, നിയമം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലൊക്കെ കാലികമായ പരിഷ്കാരങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണിത്. അത്തരത്തിലുള്ള കാലികമായ പരിഷ്കാരത്തിലേക്ക് നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതാണ് ഈ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. കാരണം ക്രൈസ്തവര് കൺവേർഷൻ നടത്തുന്നു, ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തുന്നു എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ പോലും ജനസംഖ്യയുടെ 2.3% മാത്രമേ ഇന്നിപ്പോ ക്രിസ്ത്യാനികൾ ഇവിടെ ഉള്ളൂ. അപ്പൊ എന്തുമാത്രം ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാകും. അതേസമയത്ത് ക്രൈസ്തവരുടെ മേൽ ഫിസിക്കൽ അസൾട്ട്, അതായത് കായികമായി അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ്.
അപ്പൊ തീർച്ചയായും മൈക്രോ മൈനോറിറ്റിയിൽപ്പെടുന്ന ആളുകൾ സംരക്ഷണം അർഹിക്കുന്നവരാണെന്നും ഒരു കാരണവശാലും അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇവിടെ വന്നേ മതിയാകും. കഴിഞ്ഞ 5 വർഷത്തെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 2022, 23 വർഷം ഏതാണ്ട് 350ഓളം ഗുരുതരമായ ചെറുതല്ല ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് 3 വർഷം കഴിഞ്ഞപ്പോൾ 2025 ആയപ്പോൾ 920 ആയി. അത് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുന്ന ആക്രമണങ്ങൾ, അതായത് ചെറിയ ചെറിയ അസൾട്ടുകളല്ല. അപ്പോ ഈ 3 വർഷം കൊണ്ട് 3 ഇരട്ടിയാകത്തക്ക തരത്തിൽ ഇവിടെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിയമപരമായ സംരക്ഷണം വേണം. ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉള്ള സംരക്ഷണം ആവശ്യമുണ്ട്. സാംസ്കാരികമായ ഐഡന്റിറ്റി നിലനിർത്തി പോരാനും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം ക്രൈസ്തവ സമൂഹത്തിനകത്തേക്ക് സാംസ്കാരികമായ കടന്നുകയറ്റങ്ങൾ അത് പല തരത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അത് പൊതുവേദികളിൽ വെച്ച് ആക്ഷേപിക്കുന്ന ഉൾപ്പെടെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തത്തക്ക തരത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ന് കാര്യങ്ങൾ മാറി വന്നിരിക്കുകയാണ്. വേറെ ഒരു ലോജിക്കും വേണ്ട, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇതിനെന്താണ് മാർഗം? ഇതിനുള്ള മാർഗമാണ് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് മൈക്രോ മൈനോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാക്കേജ് മാതിരി ഒരുപിടി കാര്യങ്ങൾ അതിന് അനുബന്ധമായിട്ട് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ മുമ്പിലെ തുല്യത അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം, തൊഴിൽ സംരക്ഷണം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ക്രൈസ്തവരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ, കൃഷി, അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അവർ അതിൻ്റെ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നത് യഥാർത്ഥത്തിൽ അവർ വലിയ സൗഭാഗ്യം അന്വേഷിച്ച് പോകുകയല്ല, ഇവിടെ ജീവിക്കാൻ മേലാത്തതുകൊണ്ടാണ് അവർ നാട് വിട്ടു പോകുന്നത്. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാനും ഇവിടെ തൊഴിലെടുക്കാനും ഇവിടെ വികസിക്കാനുമുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിറവേറ്റുന്നുണ്ട് കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ വേറെ കുറെ ആളുകൾക്ക് വേണ്ടി ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നിറവേറ്റുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഈ അനീതി എന്ന് പറയുന്നത്, ഈ വിവേചനം എന്ന് പറയുന്നത്, അത് അവസാനിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. അത് ആരാധനാ സ്വാതന്ത്ര്യം മുതൽ തുടങ്ങുകയാണ്. ആരാധനാ സ്വാതന്ത്ര്യം പോലും ഹരിക്കപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറി വരികയാണ്. ഈവൻ കേരളത്തിൽ പോലും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ തീരെ ലളിതമായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സമുദായം അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസും ശക്തമായി മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണം എന്നാവശ്യപ്പെടുന്നത്. ഇത് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് കിട്ടേണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉള്ള ഒരു കാര്യം ഇതാണ്. സംവരണം ഉൾപ്പെടെയുള്ള രാജ്യത്ത് നാളിതുവരെ കൊണ്ടുവന്നിരിക്കുന്ന ആ സാമൂഹ്യ സുരക്ഷിതത്വ സംരക്ഷണ നടപടികൾ 75 വർഷത്തിന് ശേഷം സമ്പൂർണമായ പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷെ അത്തരം ഒരു പുനർവിചിന്തനം സാധ്യമാകണമെങ്കിൽ അതിനനുബന്ധമായി കുറെ അധികം രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ ജാതി സമവാക്യങ്ങൾക്കകത്ത്, ഇപ്പോഴത്തെ മത സമ്മർദ്ദ തന്ത്രങ്ങൾക്കകത്ത് അത്തരത്തിലുള്ള സാഹചര്യം രൂപപ്പെട്ടു വരിക എന്നുള്ളത് എളുപ്പമാണ് എന്ന് വിചാരിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഒരു പാത തെളിയിച്ചെടുക്കണം. ആ ഒരു പാത തെളിയിക്കാനും അത് ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ വിപുലമായ രീതിയിലുള്ള പ്രൊപ്പഗാന്തയും വളരെ വിപുലമായ രീതിയിലുള്ള പ്രചരണങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. നമ്മൾ മൈക്രോ മൈനോറിറ്റി വേണമെന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള ഒത്തിരി ആരോപണങ്ങൾ ഇവിടെ ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പല മേഖലകളിൽ നിന്നും ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തുമാത്രം സ്ഥാപനങ്ങളാണ്, നിങ്ങൾക്ക് എന്തുമാത്രം സ്കൂളുകളാണ്, ആശുപത്രികളാണ്, നിങ്ങൾക്ക് എന്താണ് കുറവ് എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു നോക്കണം, ഈ 140 കോടിയോളം ജനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് 2.3 അല്ല, ജനസംഖ്യാനുപാതികമായിട്ടല്ല. അതിന് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പൊതുസമൂഹമാണ്, അതല്ലാതെ ക്രൈസ്തവർ മാത്രമല്ല. അപ്പൊ രാജ്യത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം പണവും അധ്വാനവും ഒക്കെ മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ. അല്ലാതെ ക്രൈസ്തവർ രാജ്യത്തെ സമ്പന്നമാക്കാനാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവരല്ല. അവര് സ്വാർത്ഥതയുടെ പേരിലല്ല പ്രവർത്തിക്കുന്നത്. നിസ്വാർത്ഥമായി തന്നെയാണ് ഈ രാജ്യത്തോട് ഏറ്റവും താല്പര്യപൂർവ്വം, ഏറ്റവും ഉത്തരവാദിത്വപൂർവ്വം നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ നിലനിർത്തിക്കൊണ്ട്, മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു സംരക്ഷണം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ നീതി ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഘട്ടത്തിൽ നമ്മൾ എത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല.
ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ലെജിസ്ലേഷൻ വേണമെങ്കിൽ, നിയമനിർമ്മാണം വേണമെങ്കിൽ അത്, ഭരണഘടനാ ഭേദഗതിയിൽ വേണമെങ്കിൽ അത്, അതല്ല നിയമസഭകൾക്കും അതുപോലെ തന്നെ പാർലമെന്റിനും നിയമം പാസ്സാക്കിക്കൊണ്ട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏതിലാണെങ്കിലും ആ തരത്തിൽ ഇവിടെ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് അംഗീകരിച്ചേ കിട്ടിയേ മതിയാവും. EWS വന്നു കഴിഞ്ഞപ്പോ നമ്മളൊക്കെ കുറെ പേര് വിചാരിച്ചു കുറെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന്. പക്ഷെ EWSനെതിരെ ആണ് ഇപ്പോൾ പല ആളുകളും പല പ്രസ്ഥാനങ്ങളും സംഘടിതമായി നിൽക്കുന്നതും. EWS സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിൽ നിൽക്കുന്നത് മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിസാറൊക്കെ അത് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുകയാണ്. അത്രയും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ EWS വന്നിട്ടും നമുക്ക് കാര്യം ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് വേണ്ടിയിരിക്കുന്നത് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് ആണ്. ഇവിടുത്തെ പാഴ്സികൾക്കൊപ്പം, ഇവിടുത്തെ ജൈനമതക്കാർക്കൊപ്പം, ഇവിടുത്തെ ബുദ്ധമതക്കാർക്കൊപ്പം നമുക്കും അതിന്റെ അർഹതയുണ്ട്. നമ്മൾ അത് ആവശ്യപ്പെടുകയാണ്. അത് അംഗീകരിപ്പിച്ച് മേടിച്ചെടുക്കണം. തീർച്ചയായിട്ടും തുടർച്ചയായുള്ള അവഗണനകൾ മൂലം സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നത് ആ നാടിന്റെ നാശത്തിന്റെ സൂചനയാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ മൈക്രോ മൈനോറിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഒരു സമൂഹത്തിന്റെ അവകാശമാണ്. അവകാശങ്ങൾ ഔദാര്യമായി കാണുമ്പോഴാണ് അംഗീകരിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും അവഗണനകൾ ജനിക്കുന്നതും. ഒപ്പം എത്താൻ കിതയ്ക്കുന്ന സമൂഹത്തെ ചേർത്ത് നിർത്താൻ നമ്മുടെ സർക്കാരുകൾക്കാവട്ടെ. ഇന്നത്തെ ഷെഖിന ന്യൂസ് 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.